വെൽക്കം ടു മൂവി ബ്രാൻഡ്. പ്രേക്ഷകർക്കേറെ സുപരിചിതനായ കൊല്ലം സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത്. റീലുകൾ ചെയ്തിരുന്ന രേണു ഇപ്പോൾ മോഡലിംഗും ചെയ്യുന്നുണ്ട്. അഭിനയത്തിലേക്കും ചുവട് വെച്ചിട്ടുണ്ട് രേണു. എന്നാൽ രേണു റീൽസും മോഡലിംഗും ചെയ്തു തുടങ്ങിയതിനു പിന്നാലെ തന്നെ രേണുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. സുധിയുടെ മരണശേഷം രേണു എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത്. രേണു ഏതു വീഡിയോ ഇട്ടാലും ആ വീഡിയോസിന് താഴെ രേണുവിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരാറുണ്ട്. സുധിയുടെ മകൻ കിച്ചുവിനെ രേണു മറന്നെന്നും അവനെ അകറ്റിയെന്നുമാണ് പലരും പറയുന്നത്. കുറച്ചു നാളുകൾക്ക് മുൻപ് ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായി ചെയ്ത റീലിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് രേണു നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ഫോട്ടോഷൂട്ടുകളിലും റീൽസുകളിലും പ്രത്യക്ഷപ്പെട്ട രേണു ഇപ്പോൾ ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിക്കുന്നതിന്റെ തിരക്കിലാണ്. രേണു വീണ്ടും വിവാഹം കഴിക്കുമോ എന്ന ചോദ്യം നിരന്തരമായി പ്രേക്ഷകരിൽ നിന്നും ഉയരാറുണ്ട്. ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അതിനുള്ള മറുപടി നൽകുകയാണ് രേണു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെയും ദുബായിക്കാരന്റെയും വിവാഹാലോചന വരെ തനിക്ക് വന്നുവെന്ന് രേണു പറയുന്നു. ഞാൻ വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഇന്നും ഞാൻ സുധിച്ചേട്ടന്റെ വൈഫാണ്. ഇനി വിവാഹം കഴിക്കുമോ എന്നുള്ള ചോദ്യങ്ങൾ നിരന്തരമായി വരുന്നത് കൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നത്. ഒരു കാര്യം തന്നെ ആവർത്തിച്ചു പറയുന്നതിലും നല്ലതല്ലേ തിരിച്ചും മറിച്ചും സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കല്യാണം ഉണ്ടാകും, ചിലപ്പോൾ കഴിക്കുമെന്നൊക്കെ വെറുതെ പറയുന്നത്. സുധിച്ചേട്ടൻ പോയ ശേഷം ഞാൻ വേറെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ വേറെ കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്നും ഇവർക്കൊക്കെ അറിയാം. പക്ഷേ എന്റെ വായിൽ നിന്നും എന്തെങ്കിലും കേൾക്കേണ്ടതുകൊണ്ട് വീണ്ടും ചോദിക്കും. അതിനാണ് ചോദിക്കുന്നത്. എനിക്ക് പ്രണയമുള്ളത് സുധിച്ചേട്ടനോട് മാത്രമാണ്. പിന്നെ മനുഷ്യനാണ്, ഫീലിങ്സ് വരും. നമ്മുടെ ഉള്ളിൽ വരുന്ന ഫീലിങ്സ് പബ്ലിക് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഒരുപാട് പ്രപ്പോസൽ ഇപ്പോഴും വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ആലോചന വന്നിരുന്നു. ആൾ വിവാഹമോചിതനാണ്. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാണ് വന്നത്. നേരിട്ട് വന്ന് തന്നെയാണ് സംസാരിച്ചത്. അയാൾക്കും 2 മക്കളുണ്ട്. ഞാൻ ഓക്കെയാണ്, രേണു ഓക്കെ ആണോ വിവാഹത്തിന് എന്നാണ് ചോദിച്ചത്. കല്യാണത്തെ പറ്റി ആലോചിക്കുന്നില്ലെന്നും ചേട്ടന് വേറെ നല്ല പെണ്ണിനെ കിട്ടുമെന്നും മറുപടി കൊടുത്ത് പറഞ്ഞു വിട്ടു. മോളെ പോലെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ഒരു ദുബായിക്കാരന്റെ പ്രപ്പോസലും വന്നിരുന്നു. മോളെ പോലെ നോക്കിക്കൊള്ളാം, എനിക്ക് ഒരുപാട് സ്വത്തുണ്ട്, സോഷ്യൽ മീഡിയയിൽ എത്ര വിമർശനം വന്നാലും കുഴപ്പമില്ല, എന്റെ കയ്യിൽ പണമുണ്ട്, രേണു വിവാഹത്തിന് സമ്മതിച്ചാൽ മതിയെന്ന് പറഞ്ഞും ഒരു ആലോചന വന്നിരുന്നു. 5 പ്രപ്പോസലുകളെല്ലാം ഇത്തരത്തിൽ കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്. എല്ലാം എന്റെ അടുത്ത് നേരിട്ട് വരുന്ന ആലോചനകളാണ്. പൊന്നുപോലെ നോക്കിക്കൊള്ളാം, കുഞ്ഞിനെ പോലെ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. വന്ന ഒരു പ്രപ്പോസലിലെ പയ്യൻ എന്നേക്കാൾ ഇളയതാണെന്നാണ് കണ്ടപ്പോൾ തോന്നിയത്. എല്ലാവരോടും താല്പര്യമില്ലെന്ന് തന്നെയാണ് പറഞ്ഞത്. കല്യാണത്തെ പറ്റി ഞാൻ ആലോചിക്കുന്നില്ല. വേറെ വിവാഹം കഴിച്ചാൽ സുധിച്ചേട്ടന്റെ പേര് ഉപേക്ഷിക്കും, അല്ലാതെ പറ്റില്ലല്ലോ. എനിക്ക് സുധിച്ചേട്ടനോട് ആത്മാർത്ഥതയുണ്ട്, അത് കളയുന്നത് വളരെ മോശമായ ഒന്നാണ്. അതുകൊണ്ട് വേറെ ആളുടെ കാര്യമായാൽ സുധിച്ചേട്ടന്റെ പേര് മാറ്റും. ഞാൻ അഭിനയിക്കുന്നതും റീൽ ചെയ്യുന്നതും എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ആഭരണം വാങ്ങിയിട്ടോ നടക്കാനല്ല. ഞാൻ പണിയെടുത്ത് പൈസയ്ക്ക് എനിക്ക് വേണ്ടി ഒന്നും വാങ്ങാറില്ല. ദാരിദ്ര്യം ഇപ്പോഴും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഒരു വസ്ത്രം പോലും ഞാൻ വാങ്ങാറില്ല. സുഹൃത്തുക്കൾ ഇട്ട് ചെറുതായ വസ്ത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്നും രേണു പറയുന്നു. അടുത്തിടെ രേണു 2ാമത് വിവാഹിതയാകുന്നുവെന്നും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ പിന്നാലെ പ്രതികരണവുമായി രേണു തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഞാൻ ഇനി ഒരാളെ വിവാഹം ചെയ്താൽ അയാളെ ജനങ്ങൾ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ലെന്നും ആ റിസ്ക് എടുക്കാൻ പറ്റിയ ഒരാൾ വന്നാൽ മാത്രമേ വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കൂ എന്നും രേണു പറഞ്ഞിരുന്നു. 2ാം വിവാഹം ലോകത്ത് ആദ്യമായി നടക്കുന്നതൊന്നുമല്ല. പക്ഷേ എന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇനി ഒരുത്തനെ കെട്ടിയാൽ നാട്ടുകാർ അവനെ തല്ലിക്കൊല്ലും. രേണു സുധി എന്ന ഞാൻ യഥാർത്ഥത്തിൽ വീണ്ടും ഒരു വിവാഹം കഴിച്ചാൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആ മനുഷ്യനെ ആളുകൾ വെറുതെ വിടുമോ? പാവം, ആ മനുഷ്യനെ കൂടി ഞാൻ ഇതിലേക്ക് ഇടണോ? ആ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഇനി ഒരു വിവാഹത്തിലേക്ക് കടന്നാലുള്ള അഭിപ്രായം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെറുതായി ഒരു ബോംബിട്ട് കൊടുത്തിരുന്നു. അത് വൈറലായിരുന്നു. രേണു സുധി പ്രണയത്തിൽ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിക്കുകയും ചെയ്തിരുന്നു. എനിക്കൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആളായിരിക്കണം എനിക്ക് ഇനി വരാൻ പോകുന്നയാളെന്നാണ് രേണു പറഞ്ഞത്. രേണുവിന്റെ തോന്നൽ ശരിയാണെന്നാണ് വീഡിയോ വൈറലായതോടെ വരുന്ന കമന്റുകൾ. ഒരു വ്യക്തിയെ അപമാനിക്കാനും ചവിട്ടി തേക്കാനും നമ്മൾ മലയാളികൾ മുന്നിലാണോ? ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ വന്നാൽ സഹായിക്കാൻ ആരും കാണില്ല, അപമാനിക്കാൻ എല്ലാവരും കാണും. ആര് ചവിട്ടി താഴ്ത്തിയാലും അവിടെ നിന്നും പൂർവാധികം ശക്തിയോടെ എഴുന്നേറ്റ് രേണു മുന്നോട്ട് പോകണമെന്നായിരുന്നു ഒരാൾ കുറിച്ചത്. ഇനിയൊരു വിവാഹം കഴിക്കുന്നില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ. അത് ഇതുവരെ മാറ്റിയിട്ടില്ലല്ലോ. മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുധി എന്ന പേര് എന്നേക്കുമായി പോകും. അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട്. അത് പോകാൻ എനിക്ക് താല്പര്യമില്ല. സുധിച്ചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ. എന്നെ നിന്ന് ഒരുപാട് ദൂരെയാകും സുധിച്ചേട്ടന്റെ പേര്. അദ്ദേഹം ഇപ്പോഴില്ല. പേരും ഓർമ്മകളും മാത്രമാണ് എന്റെ കൂടെയുള്ളത്. അത് കളയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നും രേണു പറഞ്ഞിരുന്നു. ഇനിയൊരു വിവാഹം തനിക്ക് ഉണ്ടാവില്ലെന്ന തീരുമാനം മാറിയിട്ടില്ലെന്നും രേണു കൂട്ടിച്ചേർത്തു. ഇനി ഒരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ഞാൻ. അത് ഇതുവരെ
താല്പര്യം മാറ്റിയിട്ടില്ലല്ലോ. മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുധി എന്ന പേര് എന്നേക്കുമായി പോകും. അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട്. അത് പോകാൻ എനിക്ക് താല്പര്യമില്ല. സുധിച്ചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ. എന്നെ നിന്ന് ഒരുപാട് ദൂരെയാകും സുധിച്ചേട്ടന്റെ പേരെന്നും രേണു പറഞ്ഞിരുന്നു. മൂത്ത മകൻ കിച്ചു ഒരിക്കലും തന്നെ തള്ളി പറയില്ലെന്നും രേണു പറയുന്നു. കിച്ചു എന്നെ കുറിച്ച് ഒരിക്കലും നെഗറ്റീവ് പറയില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഞങ്ങൾ തമ്മിലുള്ള വിശ്വാസം അതാണ്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലാണ് ഞങ്ങൾ രണ്ടുപേരും പോകുന്നതെന്ന് രേണു പറഞ്ഞിരുന്നു. അമ്മ വീണ്ടും ഒരു വിവാഹം കഴിച്ചാൽ അത് അമ്മയുടെ ഇഷ്ടമാണ്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, അമ്മ കല്യാണം കഴിക്കുകയാണെങ്കിൽ അമ്മയുടെ ഇഷ്ടം, അതിൽ എനിക്ക് ഒരു അഭിപ്രായവുമില്ല എന്ന്. അമ്മയ്ക്ക് അമ്മയുടേതായ ജീവിതമുണ്ടല്ലോ, അത്രയല്ലേ ആയിട്ടുള്ളൂ. അമ്മയ്ക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല. വിവാഹം കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിവാഹം കഴിക്കാം. ഞാനായിട്ട് അതിനെതിരെ നിൽക്കില്ല. പഠിക്കണം, ജോലി നേടണം എന്നാണ് ആഗ്രഹമെന്നും ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ കിച്ചു പറഞ്ഞിരുന്നു. തന്റെ ഒരു ചിത്രവും അതിനൊപ്പം രേണു പങ്കുവച്ച 2 വരിയുമായിരുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് രേണു പ്രണയത്തിലാണോ എന്ന ചർച്ചകൾക്ക് തുടക്കമിട്ടത്. പ്രണയത്തെക്കുറിച്ചാണ് രേണു പോസ്റ്റിൽ പറയുന്നത്. എന്റെ കണ്ണുകളിൽ ഉള്ള പ്രണയം നിന്നോട് മാത്രമാണ്. അത് ആരാണ് എന്ന് തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല എന്നാണ് രേണു പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് പറഞ്ഞത്. ഇതോടെയാണ് രേണു പ്രണയത്തിലാണോ എന്ന് പലരും ചോദിക്കുന്നത്. പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായും രംഗത്തെത്തിയിരിക്കുന്നത്. കമന്റുകൾക്ക് രേണു മറുപടിയും നൽകുന്നുണ്ട്. സുധിച്ചേട്ടൻ എന്ന ഒരാൾ കമന്റ് ചെയ്തപ്പോൾ ഏട്ടൻ പോയി എങ്കിലും ഏട്ടൻ എന്നും മനസ്സിൽ ദൈവത്തിന് തുല്യമാണെന്നാണ് രേണു നൽകിയ മറുപടി. സുധിച്ചേട്ടൻ എന്നും ഉണ്ടാകും എന്നും രേണു പറഞ്ഞിരുന്നു. അത് സുധിച്ചേട്ടൻ അല്ലാതെ ആരാ എന്നായിരുന്നു മറ്റൊരാൾ ചോദിച്ചത്. സമയമാവട്ടെ പറയാം എന്നായിരുന്നു രേണുവിന്റെ മറുപടി. അതേസമയം തന്റെ കരിയർ ഉപേക്ഷിച്ചാണ് സുധിക്കും കുഞ്ഞിനും വേണ്ടി ജീവിച്ചത് എന്നും രേണു പറഞ്ഞിരുന്നു. ഏവിയേഷൻ പഠനവും പരിശീലനവും കഴിഞ്ഞ് ജോലിക്ക് വഴിതെളിഞ്ഞിരുന്നു. എന്നാൽ മകൻ കിച്ചു പറഞ്ഞത് പ്രകാരമാണ് ജോലിക്ക് പോകാതിരുന്നത് എന്ന് രേണു പറയുന്നു. സുധിച്ചേട്ടൻ ഒരു കുറുമ്പിനെ പോലും നോവിക്കാത്ത ആളായിരുന്നുവെന്നും എന്നാൽ കൂടെ നിന്ന ചിലർ തന്നെ അദ്ദേഹത്തെ ചതിച്ചുവെന്നും രേണു വെളിപ്പെടുത്തി. താൻ ഏവിയേഷന് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സുധിച്ചേട്ടൻ മോനും ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ പഠിത്തമൊക്കെ ഉഴപ്പി കരിയർ പോലും ഉപേക്ഷിച്ചിട്ടാണ് താൻ അവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചത്. ഇക്കാര്യം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ട്രെയിനിങ്ങിന് വരെ കഴിഞ്ഞതാണ്. ഗ്രൗണ്ട് സ്റ്റാഫായിട്ടായിരുന്നു 2 വർഷത്തെ ഡിപ്ലോമ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ജോലിക്കായി അഭിമുഖം നന്നായി കഴിഞ്ഞിരുന്നു. 40,000 രൂപയായിരുന്നു സാലറി എന്നും രേണു പറഞ്ഞിരുന്നു.